ഒരു 3-4 ദിവസം മുന്നേ ഹ്യുണ്ടായി 2026 i20യുടെ ഒരു ടീസർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ടീസറൊക്കെ അതിഗംഭീരമായിരുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എക്സിസ്റ്റിംഗ് i20യും പുതിയ i20യും തമ്മിൽ ഡിസൈൻ വൈസ് നല്ല ചേഞ്ച് ഉണ്ട് എന്നുള്ളത്. കണക്റ്റഡ് ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണിക്കുന്നുണ്ട്, കണക്റ്റഡ് ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണിക്കുന്നുണ്ട്, ഇലുമിനേറ്റഡ് പോലെ തോന്നിക്കുന്ന ഹ്യുണ്ടായി ലോഗോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ഫ്രഷ് ആൻഡ് ഫ്യൂച്ചറിസ്റ്റിക് ഫീലാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഈ വണ്ടി നോക്കി കണ്ടത്. ആൻഡ് ഇന്ന് അതിൻ്റെ കുറച്ച് ലീക്സ് പുറത്തു വന്നു. ആൻഡ് ഐ വാസ് ലൈക്ക്, ഹ്യുണ്ടായിലെ ഡിസൈനേഴ്സിന് എന്ത് പറ്റുന്നൊരു പിടിയില്ല. പേഴ്സണലി ഇത് കണ്ടപ്പോൾ ഭയങ്കര ഡിസപ്പോയിൻമെൻ്റാണ് ഉണ്ടായത്. കാരണം ഫ്രണ്ട് ഒരു ഓക്കെ ഫീൽ ആയിരുന്നു, പക്ഷേ സൈഡ് പ്രൊഫൈൽ ഓക്കെ അല്ല, ബാക്ക് ഒട്ടും ഓക്കെ അല്ല. ശരിക്കും ഇതിൻ്റെ ബാക്ക് കാണുമ്പോൾ എനിക്കൊരു 2012 മോഡലിലെ വണ്ടികളുടെ ഒരു ബേസ് മോഡലിൻ്റെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഡിസൈൻ വൈസ് ആകെ ഒരു അപ്ഡേറ്റ് തോന്നിയത് ആ ഒരു കണക്റ്റഡ് LED ഹെഡ് ലാമ്പും ടെയിൽ ലാമ്പും ഒക്കെയാണ്. അതുകൊണ്ട് ഡിസൈൻ വൈസ് മൊത്തത്തിലൊരു ഡിസപ്പോയിൻമെൻ്റ് ആണ്. വണ്ടി ഓഫ് കോഴ്സ് അടിപൊളിയായിരിക്കും, കാരണം എക്സിസ്റ്റിംഗ് i20 എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇപ്പോൾ തന്നെ ഭയങ്കര ഫീച്ചർ ലോഡഡ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ അത് കൂടാൻ സാധ്യതയുള്ളൂ. പിന്നെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ക്യാബിൻ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ജനറേഷനിലും അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വണ്ടി ഒരിക്കലും മോശമാവാൻ സാധ്യതയില്ല, പക്ഷേ ഡിസൈൻ വൈസ് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് ഇതുപോലുള്ള കാർ റിലേറ്റഡ് വീഡിയോസിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.